സഹോദരി സഹോദരന്മാരുണ്ട്, അത് ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. അവരുടെ അധ്വാനങ്ങളെയൊക്കെ ദൈവം മാനിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ വർഷം ഒത്തിരി ക്രിസ്മസ് പ്രോഗ്രാമിൽ സംബന്ധിച്ചു. അതിൽ എനിക്ക് എൻ്റെ ജീവിതത്തെ ഹൃദയസ്പർശിയാക്കി തീർത്ത ഒരു ക്രിസ്മസ് സംഭവം മാത്രം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിക്കൊള്ളാം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ തഴക്കര ഓവർ ബ്രിഡ്ജിനടുത്ത് 4ാം ക്ലാസ് വരെയുള്ള NSS സമുദായത്തിൻ്റെ ഒരു സ്കൂളുണ്ട്. അവിടെ 4ാം ക്ലാസ് വരെയുള്ള പൊടിക്കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനവിടെ ക്രിസ്മസ് പ്രോഗ്രാമിന് ചെല്ലാമെന്ന് സമ്മതിച്ചു. നമ്മുടെ സ്കൂളിലും ക്രിസ്മസ് പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഞാൻ അല്പം സാവകാശം അവരോട് ചോദിച്ചായിരുന്നു. എന്നാൽ ഞാൻ അതിലും പ്രതീക്ഷിച്ചതിലും നേരത്തെ അവിടെ ചെന്ന് എൻ്റെ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ ഒരു കുഞ്ഞ് എൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ ഓടി വന്നു. ഈ കുഞ്ഞ് ഓടി വരുന്നത് കണ്ടിട്ട് ഒരു 10ഓളം കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ കൂടി. അവർക്ക് എന്നെ ഒന്ന് തൊടണം, എന്നെ ഒന്ന് മാന്തണം, എന്നോടൊന്ന് സംസാരിക്കണം. അവരെൻ്റെ കൂടെ ചേർന്ന് ഇങ്ങനെ സന്തോഷിക്കാം. നമുക്ക് കുഞ്ഞുങ്ങൾ കൂടെ ഇരിക്കും, നമുക്ക് വലിയ സന്തോഷം. നമ്മുടെ ഒടിക്കുഞ്ഞങ്ങോട്ട് വീണപ്പോൾ നമ്മുടെ നെഞ്ചങ്ങോട്ട് പെട്ടെന്ന് ഇടിച്ചു. നമ്മളെല്ലാവരും ഒരു സെക്കൻഡെങ്കിലും ഒന്ന് സ്തബ്ധരായി പോയി കുഞ്ഞ് താഴേക്ക് വീണപ്പോഴും. അപ്പോൾ കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ഒരു 10-15 കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ നിൽക്കുക. ഞാൻ ഒരു കുഞ്ഞിനോട് പേര് ചോദിച്ചു. അവൻ പറഞ്ഞു അവൻ്റെ പേര് ധീരവ് എന്നാണ്. ആ പേര് കേൾക്കുമ്പോൾ അറിയാം ആ കുഞ്ഞ് ക്രിസ്ത്യാനി അല്ല, ഹൈന്ദവ സമുദായത്തിലെ കുഞ്ഞാണ്. ഈ കുഞ്ഞെന്നോട് പെട്ടെന്ന് പറയുക, അച്ഛാ ഞങ്ങൾക്ക് യേശു കുഞ്ഞിനെ കിട്ടി. എന്താ കിട്ടിയത്? യേശു കുഞ്ഞിനെ കിട്ടി. എനിക്ക് പെട്ടെന്ന് സംശയം, എന്താ ഈ കുഞ്ഞ് പറയുന്നത്? അവൻ പെട്ടെന്ന് ഒരു ക്രിസ്മസ് കാർഡ് എന്നെ കാണിച്ചു തന്നു. ആ സ്കൂള് സമുദായത്തിൻ്റെ ആ സ്കൂള് നമ്മളൊക്കെ സ്പർദ്ധയും മതസ്പർദ്ധയും ഒക്കെ ഉണ്ടാക്കുന്നവരാണ്. അല്ല, NSS സമുദായത്തിൻ്റെ ആ സ്കൂള് ഈ വർഷം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു ക്രിസ്മസ് കാർഡ് സമ്മാനമായിട്ട് കൊടുത്തു. അതിൽ പുൽക്കൂടിനകത്ത് നടുവിൽ ഇങ്ങനെ യേശു കുഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ആ ചിത്രം കയ്യിൽ പിടിച്ചോണ്ടായി കുഞ്ഞു പറഞ്ഞത്, എനിക്ക് യേശു കുഞ്ഞിനെ കിട്ടി. നമ്മൾ എത്രയോ ക്രിസ്മസ് ആഘോഷിച്ചു, പൊടിപൂരമായിട്ട് ആഘോഷിച്ചു. ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിക്കുകയാണ്, എനിക്ക് പറയാൻ കഴിഞ്ഞോ എനിക്ക് എൻ്റെ യേശുവിനെ കിട്ടിയത്? വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ പറയും, മാലാഖമാർ ആട്ടിടയന്മാരോട് ഭയപ്പെടേണ്ട, സർവ്വലോകത്തിനും ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ള